നമസ്കാരം. ഹൈക്കോടതി ബെഞ്ചല്ല, സുപ്രീം കോടതി ബെഞ്ചാണ് തലസ്ഥാനത്ത് വരേണ്ടതെന്നായിരുന്നു നമ്മുടെ വാദം. അതെപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു. സേലിംഗ് കമ്മിറ്റി ആരംഭിക്കുന്നു. നമ്മൾ ഇന്നലെ അഖിതേതയുടെ അറസ്റ്റിന്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ ആ വിഷയത്തോട് കാണിച്ച അനീതി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു ഇന്നലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡൽഹിയിലും ചർച്ച ചെയ്തത്. ഒരു വലിയ കോയിൻസിഡൻസ് പോലെ എനിക്ക് തോന്നി. ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ഓൺ സാറ്റർഡേ കോൾഡ് ഫോർ an overhaul of legal architecture to meet the demands of an evolving economy. നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കാത്ത വിധത്തിലുള്ള ജുഡീഷ്യൽ വ്യാഖ്യാനങ്ങളാണ് നൽകേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറെ നിരീക്ഷണങ്ങളാണ്. അവിടെ നടന്ന ഒരു സെമിനാറിൽ അദ്ദേഹത്തിന്റെ നിയമരംഗം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. Saying that the country's transformation into a 10 trillion economy cannot be achieved through capital or policy alone, and that the quality of the legal system would be a crucial factor. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു നിരീക്ഷണം വരുന്നത്. നമ്മളിപ്പോൾ എല്ലാ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ക്യാപിറ്റലിനെ കുറിച്ചും സബ്സിഡികളെ കുറിച്ചും പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ഇൻസെന്റീവ്സിനെ കുറിച്ചും ഇതിലൂടെയൊക്കെ രാജ്യം വളരും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനനുഗുണമായ ഒരു നിയമ സംവിധാനം കൂടി ഇല്ലെങ്കിൽ ആ വളർച്ച സാധ്യമാകില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണം. ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അണ്ടർസ്കോർഡ് the need for predictability, specialization, and a culture of good faith in commercial law to help the country achieve this goal, as it will require capital that involves commitments that unfold over time and for which investor confidence is a must. എന്ത് തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടായാലും ഏറ്റവും ഒടുവിൽ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന തരത്തിലാവരുത് അതൊന്നും എന്നാണ് കുറെ വലിയ സങ്കീർണമായ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ എന്ത് നിയമം വ്യാഖ്യാനിക്കുമ്പോഴും രാജ്യം പുരോഗമിക്കണമെങ്കിൽ, രാജ്യം വളരണമെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ചെറിയൊരു കടയാണെങ്കിൽ പോലും, കോടിക്കണക്കിന് രൂപയുടെ വൻ വ്യവസായങ്ങളാണെങ്കിൽ പോലും ആ ഇൻവെസ്റ്ററിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ എൽസാദ്രി മുങ്ങിയതിലൂടെ, അഖിതേതയെ അറസ്റ്റ് ചെയ്തതിലൂടെ MSC എന്ന് പറയുന്ന കമ്പനിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു സമീപനവും നിയമ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു. അദ്ദേഹം നമ്മളെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചതെന്നാണ് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ തോന്നുന്നത്. He asserted that mechanisms like mediation would do more for India's economic competitiveness. ഈ മീഡിയേഷൻ, എൽസാദ്രിയുടെ കാര്യത്തിലും ഒക്കെ ഒരു മീഡിയേഷനാണ് ആവശ്യമെന്ന് ഔദ്യോഗിക രേഖയുണ്ട്. അന്നത്തെ ചീഫ് സെക്രട്ടറി എഴുതി വെച്ചിരിക്കുന്നത് ധൃതി പിടിച്ച് ഒരു നിയമ നടപടികളിലോട്ട് പോകാൻ പാടില്ല. MSC പോലുള്ള ഒരു കമ്പനി നമുക്ക് ധാരാളം ഫേവറുകൾ, തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ്, അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ പിണക്കുന്ന തരത്തിൽ ധൃതി പിടിച്ച് നിയമ നടപടികളിലോട്ട് പോകരുത് എന്ന് എഴുതിയ ആദ്യ റിപ്പോർട്ട് മുക്കിയാണ് രണ്ടാമത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഹി സെഡ് ദാറ്റ്, ചീഫ് ജസ്റ്റിസ് തുടരുകയാണ്, ഇച്ചിരി വിശദമായി അദ്ദേഹം ഇക്കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഹി സെഡ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് ആദ്യ പരാമർശം. ഹി സെഡ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിഫോർ കമ്മിറ്റിംഗ്, അവരെന്തെങ്കിലും കമ്മിറ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പ്, നീഡഡ് ടു നോ വെദർ ദ ലീഗൽ സിസ്റ്റം ഗവേണിംഗ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇവിടെ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെ പരിരക്ഷിക്കുന്നതാണോ ഇവിടുത്തെ ലീഗൽ സിസ്റ്റം, ഗവേണിംഗ് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് വുഡ് റിമൈൻ ഓണസ്റ്റ്, അതിനോട് സത്യസന്ധത പുലർത്തും, ആ നിക്ഷേപത്തോട് സത്യസന്ധത പുലർത്തുന്നതായിരിക്കുമോ ആ പ്രദേശത്തെ, ആ രാജ്യത്തെ നിയമ സംവിധാനം.
കൺസിസ്റ്റന്റ്, അതിനൊരു സ്ഥിരതയുണ്ടാകുമോ? ആ നിയമ സംവിധാനത്തിന് ഒരു സ്ഥിരതയുണ്ടാകുമോ? ആൻഡ് പ്രെഡിക്റ്റബിൾ വാട്ട്സ് ദ ഇയേഴ്സ് ഓഫ് ദെയർ കമ്മിറ്റ്മെന്റ്. ദീർഘനാളായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യം വെച്ച് വരുന്നവർക്ക് അത് പ്രവചിക്കാൻ കഴിയുമോ? ആ ഒരു നിയമ സംവിധാനത്തിന്റെ സുരക്ഷിതത്വം, അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ ഓണസ്റ്റ്നെസ്, ഇവയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? എങ്കിൽ മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തെ 10 ട്രില്യൺ എന്ന് പറയുന്ന സ്വപ്നത്തിലോട്ട് രാജ്യത്തിന് പോകാൻ കഴിയുകയുള്ളൂ. മെക്കാനിസംസ് ലൈക്ക് മീഡിയേഷൻ, ആവർത്തിച്ചു പറയുകയാണ് അദ്ദേഹം, മെക്കാനിസംസ് ലൈക്ക് മീഡിയേഷൻ ക്യാൻ ഡെലിവർ ഓൺ ദെയർ ഫുൾ പ്രോമിസ് ഇഫ് യു ഫോസ്റ്റർ ദിസ് കൾച്ചർ ഓഫ് ഡിസ്പ്യൂട്ട് പ്രിവെൻഷൻ. തർക്കവും നിയമ കോടതികളിലൊക്കെ പോകുന്നതിന് മുമ്പ് മീഡിയേഷനിലൂടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കണം ആദ്യത്തെ ചിന്തയും നടപടികളും എന്നാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ മുകളിൽ ആരുമില്ലല്ലോ നിയമത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ. അങ്ങനെ പറയുമ്പോൾ സോ ലിറ്റിഗേഷൻ ബിക്കംസ് ദ ലാസ്റ്റ് റിസോർട്ട്. ഇതിനേക്കാൾ കൂടുതൽ ഒരു കാര്യത്തെക്കുറിച്ച്, എൽസ 3യുടെ കാര്യത്തെ കൃത്യമായി അദ്ദേഹം പറയാണ്, സോ ലിറ്റിഗേഷൻ ബിക്കംസ് ദ ലാസ്റ്റ് റിസോർട്ട്. ഏറ്റവും ഒടുവിൽ എല്ലാ ശ്രമങ്ങളും, എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെടുന്നിടത്ത് മാത്രമേ കോടതി വഴി ഒരു ഉത്തരവിന് ശ്രമിക്കാവൂ. സോ ലിറ്റിഗേഷൻ ബിക്കംസ് ദ ലാസ്റ്റ് റിസോർട്ട് റാദർ ദാൻ ദ ഫസ്റ്റ് റെസ്പോൺസ്. ഇമ്മീഡിയറ്റ് ആയിട്ട് കോടതിയിൽ പോയി തർക്ക പരിഹാരം നേടുന്നതിന് പകരം മീഡിയേഷന്റെ പാത. സോ ലിറ്റിഗേഷൻ ബിക്കംസ് ദി ലാസ്റ്റ് റിസോർട്ട്. ദാറ്റ് ഷിഫ്റ്റ് എലോൺ, അങ്ങനെ ഒരു മാറ്റം വന്നാൽ മാത്രമേ, that shift alone would do more for India's economic competitiveness. അന്തർദേശീയ രംഗത്ത് ഇന്ത്യ പല രംഗത്തും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു നിയമ സംവിധാനത്തിൽ അത്തരത്തിലൊരു മാറ്റം വരുന്നതിലൂടെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യയുടെ കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടാൻ പറ്റും. ദാൻ മെനി റിഫോംസ്, നിയമരംഗത്ത് പല റിഫോംസ്, പല പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനേക്കാൾ ദാറ്റ് അട്രാക്ട് ഗ്രേറ്റ് അറ്റൻഷൻ. നിയമരംഗത്ത് പല പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കിട്ടും, വാർത്താമൂല്യം കിട്ടും. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം ഈ തരത്തിൽ മീഡിയേഷന്റെ പാത. ഏറ്റവും ഒടുവിൽ മാത്രമാണ് കോടതികളെ സമീപിക്കേണ്ടി വരുന്നത് തുടങ്ങിയ കാഴ്ചപ്പാടുകൾ. ഇവയൊക്കെയാണ് ഒരു വളരാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്ത്, സമ്പദ് വ്യവസ്ഥ പുഷ്ടിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യവും സ്വീകരിക്കേണ്ട നയങ്ങൾ, കാഴ്ചപ്പാടുകൾ ഇവയൊക്കെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഇതായിരുന്നു അഖിലേന്ത്യയുടെ കാര്യത്തിലും എൽസ 3യുടെ കാര്യത്തിലും കേരള സർക്കാർ സ്വീകരിക്കേണ്ടിയിരുന്നതെന്ന് എത്ര കൃത്യമായിട്ടാണ് നമ്മൾ ഈ വിഷയം അവതരിപ്പിച്ച അതേ ദിവസം തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. പക്ഷെ അനന്തപുരിയിലിരിക്കുന്ന ചില കേമന്മാർ സുപ്രീം കോടതിയേക്കാൾ മുകളിലാണ് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് 6 മാസത്തോളം അഖിലേന്ത്യയെ ഇവിടെ അറസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ അപഖ്യാതി ഉണ്ടാക്കി TRV എന്ന പോർട്ടിനെ മുളയിലെ നുള്ളിക്കളയുവാനുള്ള ശ്രമങ്ങൾ നടത്തിയവർ ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ മുമ്പാകെ കുമ്പസാരിക്കണം, പാപം ഏറ്റുപറയണം.